ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ മുടി സ്മൂത്തനിങ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ക്രീമാണ് ആവശ്യം. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് ദാ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു ശകലം കൂടി ആയി വരാനുണ്ട്. നമുക്കതിന് വേണ്ടി ശകലം നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഇവിടെ കേട്ടോ. അപ്പോഴത്തേക്ക് ദാണ്ട് ഇവിടെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെന്ത് വരണം. നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് ആവശ്യം ഫ്ലാക്സ് സീഡാണ്, അതായത് നമ്മുടെ ചണവിത്ത്. അതായത് നമ്മുടെ ഈ അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ 100 ഗ്രാം 40 രൂപ കൊടുത്ത് വാങ്ങിച്ചു. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ലഭ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെയറിൻ്റെ വോളിയത്തിനും ലെങ്തിനും ഒക്കെ അനുസരിച്ച് ഇവിടെ എടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നല്ലപോലെ കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം ഇവിടെ പൊടിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നതായിരിക്കും. ഇതും നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ സ്റ്റൗവിലോട്ട് വെക്കുവാണ്. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ കൺസിസ്റ്റൻസി കണ്ടോ? ഈ കൺസിസ്റ്റൻസിയിൽ കുറച്ചുകൂടി ഒന്ന് തിക്കാവണം. അപ്പോഴത്തേക്ക് ദാ ഇവിടെ തണുത്തപ്പോൾ ഉള്ള കൺസിസ്റ്റൻസി കണ്ടില്ലേ? ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, ഈ ഒരു ജെൽ ടൈപ്പിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷമാണ് നമുക്കിവിടെ ഒന്ന് അരിച്ചെടുക്കേണ്ടത്. അതിനായിട്ടൊരു വൈറ്റ് ക്ലോത്ത് ഞാൻ വെച്ചിട്ട് ഞാനിവിടെ അരിച്ചെടുക്കുവാണേ. അത് നമുക്ക് ആ വൈറ്റ് ക്ലോത്തിലോട്ട് ഇട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കാൻ നല്ല പാടായിരിക്കും കേട്ടോ. ഇതാ ഇങ്ങനെ അരിച്ചെടുക്കണേ. നന്നായിട്ട് അതിൻ്റെ ജെല്ല് ഫുള്ളും നമുക്ക് കിട്ടണം. ഞാനിവിടെ ഒരു കറ്റാർവാഴ ജെല്ല് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ അരിച്ചു വെച്ച ഫ്ലാക്സ് സീഡ് ജെല്ല് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ ഇതുപോലെ നല്ല ക്രീം പോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ ഇങ്ങനെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താലോ. എൻ്റെ ഹെയർ ഇവിടെ വളരെ ഫ്രിസ്സിയാണ്, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് നനയ്ക്കണം കേട്ടോ. നന്നായിട്ട് മുടി ഒന്ന് നനച്ചിട്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഹെയർ റൂട്ട്സ് തൊട്ട് നമ്മുടെ ഹെയറിൻ്റെ എൻഡ് വരെ നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അതുപോലെ ഒരു ഭാഗം പോലും വിട്ടു പോവാത്ത രീതിയിൽ, ഒരു ഹെയറിൻ്റെ ഒരു സ്ഥലം പോലും വിട്ടു പോവരുത്. അതായത് നമ്മളിത് മുടിയുടെ എല്ലാ ഭാഗത്തും വന്നു എന്ന് നമ്മൾ നന്നായിട്ട് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് ഇത് ഹെയറിൽ റൂട്ട് തൊട്ട് എൻഡ് വരെ എത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഹെയർ റൂട്ട്സ് തൊട്ട് മുടിയുടെ എൻഡ് വരെ എല്ലായിടത്തും എത്തിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ ക്രീം അത്ര കണ്ട് നമ്മുടെ മുടിയെ സ്മൂത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ ദാ ഇവിടെ ഹെയറിൻ്റെ റൂട്ട് തൊട്ട് എൻഡ് വരെ എല്ലായിടത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലൻസ് വരുന്നതൊന്നും വെറുതെ കളയണ്ട കേട്ടോ. മുടിയുടെ എൻഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. കാരണം ഇതിനകത്ത് കൂടുതലും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ആലോവേര ജെല്ലും ഫ്ലാക്സ് സീഡും ഒക്കെയാണ്. അതിനകത്ത് നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ അലോവേര ജെല്ലിലും ഫ്ലാക്സ് സീഡ് ജെല്ലിലും നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ക്രീം നമ്മുടെ മുടി സ്മൂത്ത് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിവിടെ എടുത്തത് കുറച്ച് കൂടുതലായി പോയി എന്നാണ് തോന്നുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടും കുറച്ചധികം മിച്ചം വന്നിട്ടുണ്ട്. ഞാനതെല്ലാം മുടി കെട്ടി വെച്ചതിന് ശേഷം മുടിയിലെല്ലാം ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. വെറുതെ എന്തിനാണ് കളയുന്നത്? ഇതിനകത്ത് ഫ്ലാക്സ് സീഡ് ജെല്ലും അലോവേര ജെല്ലും ആണ് ഉള്ളത്. ഇതൊക്കെ നമ്മുടെ മുടിയെ വളരെയധികം വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം നന്നായിട്ട് വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതെല്ലാം നന്നായിട്ട് ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇതൊരു അരമണിക്കൂറാണ് കേട്ടോ നമ്മുടെ മുടിയിൽ ഹോൾഡ് ചെയ്യേണ്ടത്. അരമണിക്കൂർ നമുക്കിങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇത് ഹെയർ വാഷിന് ശേഷമുള്ള എൻ്റെ ഹെയറാണ്. നല്ല രീതിയിൽ എൻ്റെ ഫ്രിസിനെസ് ഒക്കെ മാറി മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. അത്യാവശ്യം സിൽക്കി ആയിട്ടും കിടക്കുന്നുണ്ട്. മുടി സ്മൂത്താക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് വീട്ടിൽ തന്നെ മുടി സ്മൂത്താക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.